ബഡി പുണ്യാളൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് പവർഫുൾ ഒരു ചെറിയ അൾത്താര സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളിലാണ്. അൾത്താര ചെറുതാണ്, മേളിലൊരു ഒരു 2x2 സൈസാണ്, നമുക്ക് അത്രയേ സ്പേസ് ഉള്ളൂ അവിടെ. അപ്പോൾ ഞങ്ങൾ വഴി കാണിച്ചു സ്ഥലം നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അൾത്താരയുടെ. അപ്പോൾ 2 രൂപവും അപ്പുറം ഇപ്പുറം രൂപവും വെക്കണം. ഓൾറെഡി നമ്മൾ മെഴുതിരി വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഞാനത് നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസാണ്. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് ബൈബിൾ വയ്ക്കാനും പിന്നെ 2 രൂപം കൂടെ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു ഇതാണ് ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കണ പലക. ഇത് നമ്മളൊരു പഴയ കട്ടിലിൻ്റെ അടിയിൽ അടിച്ചിരുന്നായിരുന്നു. അപ്പോൾ അത് ആവശ്യമില്ലാത്ത പറഞ്ഞ് മാറ്റിയേക്കാം. അപ്പോൾ ഇത് ഒരു പീസായിട്ട് മുറിച്ച് ഒരു ഏരിയയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 2 അടി വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് 2 അടി അങ്ങനെ അതിൻ്റെ അകത്ത് നമ്മൾ വയ്ക്കാൻ രൂപവും കൂടെ വയ്ക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യണം മൊത്തത്തിൽ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യാൻ എൻ്റെ മറ്റേ ഇതില്ലാത്തതുകൊണ്ട് ഇതിലിടുന്ന ചെയിൻസോയുടെ ഒരു ഇതാണ്. അപ്പോൾ ഇതിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ മെഷീനാണ് വേണ്ടത്, കട്ടർ മെഷീനാണ് വേണ്ടത്. അതാണെങ്കിൽ ആ സെറ്റായിട്ട് വരത്തുള്ളൂ. നമുക്കിതെല്ലാം ചെയ്യാം. അങ്ങനെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴയൊരു പലകയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ പലക നമ്മളെടുത്ത് അത് ആദ്യമേ അതിൻ്റെ അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കട്ടർ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ചെയിൻസോയുടെ ഒരു ടൈപ്പ് ഒരു സാധനമാണ്. പക്ഷേ അത് ഉപകാരമാണ്, നല്ല ഇതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ സാൻഡർ മെഷീനിൽ നമുക്ക് മറ്റേ കട്ടിംഗ് ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പിന്നെ ആ സാധനത്തിൻ്റെ ഒരു 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് സാധനം 2 സൈഡിലോട്ട് 2 വെച്ചിട്ടാണ്. ഒരു സൈഡിലോട്ട് 2, ഒരു സൈഡിലോട്ട് 2 വരില്ല എങ്കിലും അത്രയും ഏകദേശം അളവിൽ നമ്മൾ 2 പീസായിട്ട് 4 പീസായിട്ട് മുറിച്ചെടുത്ത് അതിൻ്റെ അളവെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു ചതുരാകൃതിയിൽ നമ്മൾ വളരെ നൈസായിട്ടുള്ളുണ്ട്. ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത ഓരോരോ തടികളൊക്കെയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ എടുത്തു. പക്ഷേ എല്ലാത്തിനും നേരിയ പലക ആയതുകൊണ്ട് അടിക്കുന്ന ആണിയെല്ലാം അപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്ത് വന്നേക്കണ ആണി നമ്മൾ കളയുകയാണ് ചെയ്തത്. പിന്നെ ഇത് കറക്റ്റ് അളവിൽ നമുക്ക് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ഒരു ഇതാണ് ചതുരാകൃതിയിൽ. അതിന് ശേഷം പിന്നെ ആ അളവനുസരിച്ച് നമ്മൾ കുറച്ച് ടഫ് പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആശാരിയൊന്നും അല്ലല്ലോ, എങ്കിലും നമ്മുടെ ഒരു ഏകദേശ കാൽക്കുലേഷനിലൊരു സാധനമാണ്. എപ്പോഴും സംശയമാണ്, കാരണം വെച്ചാൽ ഈ സ്ഥിരം പരിപാടിയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും നമ്മൾ വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയേക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതിനുശേഷം അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാം ആദ്യം മെഷീൻ വെച്ചിട്ടൊന്ന് നമ്മൾ സാൻഡർ പിടിക്കും, മൊത്തത്തിൽ പേപ്പർ പിടിച്ചെടുക്കും. പേപ്പർ പിടിച്ചെടുത്ത് എല്ലാ സൈഡും ഒന്ന് പിടിച്ച് ഒന്ന് അടിപൊളിയാക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആദ്യം ഞാൻ അടിച്ചതിൻ്റെ അടി സൈഡാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല ബലം ഉണ്ടായിരുന്നു, ഓൾറെഡി നല്ല ബലത്തിൽ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആ മെഷീനും കൊണ്ട് പിടിച്ചതിന് ശേഷം കൈയും കൊണ്ട് നോർമൽ പേപ്പർ വെച്ച് ഒന്ന് പിടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ സീലർ അടിക്കും. അത് ഫസ്റ്റ് തൊട്ട് സീലർ അടിച്ച് നമ്മളൊന്ന് അത്യാവശ്യം കുഴപ്പമില്ല രീതിയിലെടുത്തു. പിന്നെ അന്ന് മഴക്കാലമായിട്ട് ഉണങ്ങി വരാൻ ഇച്ചിരി പണിയാണ്. സീലർ അടിക്കുമ്പോൾ തന്നെ ഇതെല്ലാം പിന്നെ തേക്കിൻ്റെ പലകയാണ്. നമ്മൾ മറ്റേ സാധാ നല്ല തേക്കിൻ്റെ പോലെയാണ്, ചെറിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും തേക്കിൻ്റെ പീസാണ്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപങ്ങൾ വെക്കാനുള്ളത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഗീവർസ് ഉണ്ണിയാളുടെ ഒരു ശില്പവും പിന്നെ സെൻ്റ് ആൻ്റണി സെബാസ്റ്റ്യാനോസ് ഉണ്ണിയാളുടെ ഒരു ശില്പവും പിന്നെ യോസേപ്പ് പിതാവ് ഉറങ്ങുന്ന ഒരു ശില്പവും കൂടെയാണ് നമ്മൾ മെയിനായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേളിൽ 2 അത് തുടങ്ങിയപ്പോൾ ഞാൻ മേളിൽ 2 ഈ യോസേപ്പ് പിതാവിനെയും ഗീവർസ് ഉണ്ണിയാളും വെക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ താഴെ ബൈബിളും വെക്കാൻ വേണ്ടി. പിന്നെ മമ്മിയുടെ ഒരു ആഗ്രഹം, പുള്ളിക്കാരി കിടക്കുന്ന ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ കൂടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ ആദ്യം സീലർ അടിച്ചല്ലോ, എന്നിട്ട് പിന്നെ ഒന്നുകൂടെ പേപ്പർ പിടിച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ പറ്റിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് ടിന്നർ കൂട്ടിയായിരുന്നു നമ്മളത് ഫിനിഷിങ് സാധനം ചെയ്യേണ്ടത്. അത് ചെയ്ത് പ്രശ്നം പറ്റിപ്പോയി. പിന്നെ അത് മാറ്റേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഇത് നമ്മൾ അത്
പലകയുടെ പീസൊന്നും അല്ല, വുഡ് കയറ്റിയില്ല. അതിന് പകരമാണ് നമ്മൾ സ്റ്റീൽ തന്നെ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റി ചെയ്തത്. അപ്പോൾ എളുപ്പം പണി തീരും നമ്മുടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാണുന്ന പോലെ മേളിൽ 2 രൂപ, താഴെ 14 രൂപ കൊടുക്കുന്നു. പിന്നെ താഴത്തേൽ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ചേച്ചിയോടെ വലിയ പലക വെക്കണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ബൈബിൾ വെക്കാനുള്ള സെറ്റ് ചെയ്തു. പിന്നെ വീടിനുള്ളിൽ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് സെറ്റാക്കി എടുത്ത് അവിടെ പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടെ ഞാൻ വെച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഞാനീ പറഞ്ഞില്ലേ, ആ രൂപത്തിലാണ് എത്തിച്ചത്. വലിയ കുഴപ്പമില്ലാണ്ടുണ്ട്. താഴെ മേളിലും ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, താഴെ ബൈബിൾ അതിൻ്റെ മേളിലപ്പോൾ ഇപ്പം രൂപങ്ങൾ മേടിച്ചിട്ടില്ല, മേടിക്കുന്നുള്ളൂ. ഇനി നൈറ്റിൻ്റെ ഒരു ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. വലിയ കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ.